നാടും നഗരവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും സർക്കാരുമെല്ലാം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ മലയോര മേഖലയിൽ നിസ്സംഗതയുടെ മണിമുഴക്കം. കടുവപ്പേടിയിലമർന്ന മലയോരത്തെ തോട്ടം തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾക്കാണ് അധ്യയന വർഷാരംഭം നിസ്സഹായതയുടെ നാളുകളായി മാറിയിരിക്കുന്നത്. കടുവപ്പേടി കാരണം തൊഴിലിടങ്ങളിലെത്തി തൊഴിലെടുക്കാനാവാത്തതോടെ ആഴ്ചകളായി മേഖലയിലെ തൊഴിലാളികൾക്ക് വരുമാനം നിലച്ചിട്ട. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് പുസ്തകം, യൂണിഫോം, ബാഗ്, കുട തുടങ്ങിയ വിവിധ വസ്തുക്കൾ വാങ്ങേണ്ടതായി വരുന്നു. ഇവയ്ക്കെല്ലാം വലിയ തുക തന്നെ ചെലവഴിക്കേണ്ടി വരും. മഴക്കാലമായാലും തോട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്താണ് തോട്ടം തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾ പണം കണ്ടെത്തിയിരുന്നത്. എന്നാൽ കടുവ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതോടെയും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതിനാലും തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ എത്തിപ്പെടാനാകുന്നില്ല. ഇതോടെ മേഖലയിലെ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും വരുമാനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് എത്തുമ്പോൾ പുതിയ പഠനോപകരണങ്ങളും മറ്റും വാങ്ങിക്കാൻ പണം കണ്ടെത്താൻ ഇവർക്കാകുന്നില്ല. വീട്ടിലെ ദൈനംദിന ചെലവുകൾക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണ് ഈ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ. തോട്ടം തൊഴിൽ മേഖല പൂർണ്ണമായും നിശ്ചലമായിട്ടും സർക്കാർ ഇതുവരെ തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ യൂണിഫോം, നോട്ട്ബുക്കുകൾ, പേന, ബാഗ്, കുട തുടങ്ങിയവയെല്ലാം സർക്കാർ സൌജന്യമായി വിദ്യാലയങ്ങൾ വഴി വിതരണം ചെയ്യണമെന്നാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. കടുവയെ പിടികൂടി തോട്ടം തൊഴിൽ മേഖലയിലേക്ക് തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പോകാവുന്ന സാഹചര്യമുണ്ടാക്കുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വസ്തുക്കൾ സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അധ്യയന വർഷാരംഭത്തിൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കൽ പ്രയാസമായേക്കുമെന്നാണ് ഒരു വിഭാഗം രക്ഷിതാക്കൾ പറയുന്നത്. ഇത് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ സർക്കാർ അടിയന്തരമായ ഇടപെടലുകൾ നടത്തണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.